question. A brass bar having a cross-sectional area of 1000 mm square is subjected to axial forces as shown in figure. ഈ ഒരു ക്വസ്റ്റൻ എഴുതിയെടുക്കാം. ഇത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലത്തെ 1-2 പ്രോബ്ലംസ് കൂടി തരാം. അത് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, നമുക്കിവിടെ പ്രിൻസിപ്പൽ ഓഫ് സൂപ്പർപൊസിഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ മൊത്തം ഈ പോർഷനെ 3 പാർട്ടാക്കിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന 3 പീസാണ്. 3 പാർട്ടാക്കി നമ്മൾ മാറ്റുന്നു. സപ്പോസ് ദിസ് ഈസ് എ, ബി, സി ആൻഡ് ഡി പോർഷൻസ്. അപ്പൊ ആദ്യം എ ബി എന്ന പോർഷൻ മാത്രം നമ്മൾ എടുക്കുന്നു. എ ബി എന്ന പോർഷൻ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പോർഷൻ ഇക്വിലിബ്രിയത്തിലാണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ ഓരോ പോർഷൻ സെപ്പറേറ്റ് എടുത്ത് അത് ഓരോന്നും ഇക്വിലിബ്രിയത്തിലാണെന്ന് അസ്യൂം ചെയ്തിട്ട് ഓരോന്നിന്റെയും ടോട്ടൽ ഡെൽറ്റ എൽ കാണാൻ പറഞ്ഞത് അല്ലേ. ക്വസ്റ്റ്യൻ ഈസ് ടു കാൽക്കുലേറ്റ് ഡെൽറ്റ എൽ ഓഫ് ദ ടോട്ടൽ മെമ്പർ. ഇതാണ് കാണാൻ പറഞ്ഞത്. സോ പ്രിൻസിപ്പൽ ഓഫ് സൂപ്പർപൊസിഷൻ പ്രകാരം ടോട്ടൽ ഡെൽറ്റ എൽ വിൽ ബി സം ഓഫ് ദ അതർ ഇൻഡിവിജ്വൽ ഇലോങ്ങേഷൻസ്. ഓക്കെ, അപ്പൊ ചെയ്യുന്നത് ആദ്യം ഇതിനെ മാറ്റി. നൗ ഈ ഒരു എ എന്ന ലൈനിന്റെ ദിസ് ഈസ് എ എന്ന ലൈനിലോ അതിന്റെ ലെഫ്റ്റ് സൈഡിലോ ആക്ട് ചെയ്യുന്ന മൊത്തം ഫോഴ്സസിനെ പറ്റി നോക്കുന്നു. ഇപ്പൊ ഇവിടെ ഏതൊക്കെ മൊത്തം ഫോഴ്സ് ലെഫ്റ്റ് സൈഡ് ആക്ട് ചെയ്യുന്നത്? ഒരു 50 കിലോ ന്യൂട്ടൺ ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിനി ബി എന്ന ലൈനിലോ അതിന്റെ റൈറ്റ് സൈഡിലോ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സസ് നോക്കാം. ഏതൊക്കെ ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഇവിടെ ബിയുടെ റൈറ്റിലേക്ക് ഒരു 80 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റിലേക്ക് ഒരു 20 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ലെഫ്റ്റിലേക്ക് ഈ ഒരു 10 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. സോറി, അതെ, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 20 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. 10 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ടോട്ടൽ എഫക്ട് എന്താ? നെറ്റ് എഫക്ട് എന്തായിരിക്കും? 20, 10, 30 ലെഫ്റ്റിലേക്കും 80 അങ്ങോട്ടും ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇൻ എഫക്ട് എന്ത് സംഭവിക്കുന്നു? 50 റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നു. 50 കിലോ ന്യൂട്ടൺ റൈറ്റിലേക്ക്. അപ്പൊ നമ്മൾ ഇവിടെ 50 കിലോ ന്യൂട്ടൺ ടു ദ റൈറ്റ് എന്ന് എഴുതുന്നു. 50 കിലോ ന്യൂട്ടൺ ടു ദ റൈറ്റ്. ഇവിടെയോ ആകെ ലെഫ്റ്റിലേക്ക് 50 മാത്രമേ ഉള്ളൂ. 50 കിലോ ന്യൂട്ടൺ ടു ദ ലെഫ്റ്റ്. കാരണം ഈ 50. അപ്പൊ എ ബി എന്ന മെമ്പറിലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സും കിട്ടി. ബാക്കി ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽസ് നേരത്തെ അറിയാം നമുക്ക്. അപ്പൊ അവിടെ ഡെൽറ്റ എൽ എ ബി ഈക്വൽ ടു ഫോർമുല എന്തായിരുന്നു? പി എൽ ബൈ എ ഇ അല്ലെ. പി എൽ ബൈ എ എന്ന് ചെയ്യുമ്പോൾ പി എൽ ബൈ എ ഇ. പി എന്ന് പറയുന്നത് 50 കിലോ ന്യൂട്ടൺ ആണ്. സോ ദാറ്റ് വിൽ ബി 50 into 10⁻³ into length is 600 mm divided by area is 1000 mm square into 1.05 into 10⁵, and that will be obtained as 0.2857. Clear ആവുന്നുണ്ടല്ലോ? So that much mm is the elongation of AB due to this force system. Now what we are doing is taking the portion BC. BC എന്ന പോർഷൻ എടുക്കുന്നു. ബി എന്ന ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലും ബി എന്ന ലൈനിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാന്ന് നോക്കാം. ഏതൊക്കെ ആക്ട് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്ക് ഒരു 50 ആക്ട് ചെയ്യുന്നുണ്ട്. ദിസ് 50. ബി എന്ന ലൈനിൽ ഒരു 80 റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ വേറെ ഒന്നുമില്ലല്ലോ, എനിക്ക് കഴിഞ്ഞല്ലേ. ഇവിടെ നെറ്റ് എഫക്ട് എന്തായിരിക്കും? ഒരു 30 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് റൈറ്റിലേക്ക്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു 30 കിലോ ന്യൂട്ടൺ കംപ്രസീവ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ നോക്കാം. റൈറ്റ് സൈഡിൽ സി എന്ന ലൈനിന്റെ റൈറ്റിലേക്ക് ആൻഡ് സി എന്ന ലൈനിൽ എന്തൊക്കെ ആക്ട് ചെയ്യുന്നു? സി എന്ന ലൈനിലാണ് ഈ 20 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. അത് എവിടേക്ക് ആക്ട് ചെയ്യുന്നു? ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ്. ഇനി ഇവിടെ സിയുടെ റൈറ്റിലേക്ക് ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? ഒരു 10 കിലോ ന്യൂട്ടൺ ഉണ്ട്. ഈ 10 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് അഗൈൻ ആക്ടിങ് ടു ദ ലെഫ്റ്റ് സൈഡ്. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടി ടോട്ടൽ എഫക്ട് എന്ത് വന്നു? ടോട്ടൽ 30
ആക്ടിങ് ടു ദ ലെഫ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു മെമ്പർ ദാറ്റ് ഈസ് ബി സി എന്ന മെമ്പറിനെ ഒരു 30 കിലോമീറ്റർ രണ്ട് സൈഡിൽ നിന്ന് കംപ്രസ് ചെയ്യുന്നു. ഇവിടെ എന്തായാലും സംഭവിച്ചത്, എ ബി എന്ന മെമ്പർ ടെൻസൈൽ ഫോഴ്സ് ആണ്. അപ്പൊ ഇവിടെ ഇലോങ്ങേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ അത് കംപ്രഷൻ ആയിട്ട് മാറി. ഇപ്പൊ 30 കിട്ടിയത് മനസ്സിലായല്ലോ. ബി എന്ന ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലും ആ ലൈനിലും, അതേപോലെ ഇവിടെ സി എന്ന ലൈനിലും അതിന്റെ റൈറ്റ് സൈഡിലും നെറ്റ് ഫോഴ്സ് കണ്ടു. വേറെ കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്കൊരു ക്രോസ് ചെക്ക് എന്നുള്ള രീതിയിൽ ഈ 30 കിലോമീറ്ററിന് തന്നെ അതേ വാല്യൂന് ഇവിടെ കിട്ടിയിരിക്കണം. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഉറപ്പാണ്. ഇവിടെ നോക്കാം, ഇവിടെ 50 പുറത്തേക്ക് വന്നു. അപ്പൊ ഇവിടെയും 50 പുറത്തേക്ക് തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കണം ഡെൽറ്റ എൽ ഓഫ് ബി സി, ആൻഡ് ദാറ്റ് വിൽ ബി പി എൽ എ ഇ കറസ്പോണ്ടിങ് പിയും എൽ വാല്യൂ, ദാറ്റ് ഇസ് പി നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പി എത്രയാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന പി എത്രയാണ്? 30 കിലോന്യൂട്ടൺ. 30 into 10⁻³ ഇൻറ്റു ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? 1 മീറ്റർ, ദാറ്റ് ഈസ് 1000 mm ഡിവൈഡഡ് ബൈ എത്രയാ? ഏരിയ 1000 തന്നെ വ്യത്യാസമില്ല, പിന്നെ ഈലും വ്യത്യാസമില്ല. 1.05 into 10⁵ തന്നെ. അപ്പൊ ഇവിടെ കിട്ടുന്ന വാല്യൂ ഇത് കംപ്രഷൻ അല്ലേ, അപ്പൊ അതൊരു കോൺട്രാക്ഷൻ ആയിരിക്കും. സോ വിൽ ബി ഗെറ്റിംഗ് എ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 0.1904 mm. നെഗറ്റീവ് വാല്യൂ കിട്ടി. ഇതേപോലെ പാർട്ട് സി ഡി ചെയ്യാം. സി ഡി എന്ന പോർഷൻ ചെയ്യാൻ പോകുന്നു. ഇവിടെ ഒരു 10 കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡിൽ വേറെ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ 10 ഡയറക്റ്റ് എടുക്കാം. ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ ആക്ട് ചെയ്യുന്നു നോക്കാം. ഒരു 50 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ഒരു 80 ഇവിടേക്ക് ആക്ട് ചെയ്യുന്നു, 20 ഇവിടേക്ക് ആക്ട് ചെയ്യുന്നു അല്ലെ, സി എന്ന ലൈനിലോ അതിന്റെ ലെഫ്റ്റ് സൈഡിലോ. അപ്പൊ ഇവിടെ മൊത്തം 70 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, 80 അങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നെറ്റ് എഫക്ട് എന്തുണ്ടാവും? 10 റൈറ്റിലേക്ക് ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ഈ 10ഉം ഈ 10ഉം മാച്ച് ആയല്ലോ. അഗെയിൻ ദാറ്റ് ഈസ് എ കംപ്രസീവ് പോർഷൻ. സി ആൻഡ് ഡി ഈസ് അണ്ടർ കംപ്രഷൻ. നമുക്ക് അവിടെയും കണ്ടുപിടിക്കാം എൽ ഓഫ് സി ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് സി ഡി ഇൻറ്റു എൽ ഓഫ് സി ഡി ഡിവൈഡഡ് ബൈ എ ഇ. അഗെയിൻ ഇവിടെ 10 കിലോന്യൂട്ടൺ ആണ്. 10 into 10⁻³ ഇൻറ്റു 1.2 എന്നുള്ളത് 1200 mm ഡിവൈഡഡ് ബൈ നേരത്തെ സെയിം വാല്യൂ 1000 into 1.05 into 10⁵. So we'll be getting a value. എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. And that value is minus 0.2095. That much mm. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ മൊത്തം മെമ്പർ എ ബി സി ഡിയുടെ ഇലോങ്ങേഷൻ എങ്ങനെ കിട്ടും? We can calculate it as ആദ്യത്തെ വാല്യൂ പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് 2857 മൈനസ് 0.1904 മൈനസ് 0.2095 എത്ര വരും ടോട്ടലി? And that will be minus 0.1142 mm. So this is the net change in length of the member ABCD. അടുത്തത് ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. A member ABCD subject to point loads P1, P2, P3 as shown in figure. ഇതാണ് ക്വസ്റ്റ്യൻ. മെമ്പർ AB, BC and CD. Calculate the forces P2 necessary for the equilibrium. This is the given question. ABCD എന്ന ഒരു ബാറിൽ 3 പോർഷൻസ് ഉണ്ട്. AB, BC and CD. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 120 സെന്റിമീറ്റർ ലെങ്ത്, 625 mm സ്ക്വയർ ഏരിയ. ശ്രദ്ധിക്കണം, 60 സെന്റിമീറ്റർ ലെങ്ത്, mm സ്ക്വയർ ഏരിയ, സെന്റിമീറ്റർ ലെങ്ത്, mm സ്ക്വയർ ഏരിയ. ഓക്കെ,
അതോടൊപ്പം തന്നെ തന്നിരിക്കുന്നത് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് തന്നിട്ടുണ്ട്. ഇവിടെ 45, ഇത് P2 450 ആൻഡ് 130 കിലോ ന്യൂട്ടൺ. അപ്പൊ നമ്മൾ ഇപ്പോൾ പ്രശ്നം നമുക്ക് വെച്ചാൽ ഈ P2 കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ P2 എങ്ങനെ കണ്ടുപിടിക്കും? അവിടെയാണ് നമ്മൾ ഈക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഈ സിസ്റ്റം ഈക്വിലിബ്രിയത്തിലാവണമെങ്കിൽ നമ്മൾ ബേസിക് മെക്കാനിക്കലിന്റെ ഫോർമുല എന്തായിരുന്നു? ഫോർമുല സിഗ്മ എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, ഇതൊന്നും അല്ലെങ്കിൽ സിഗ്മ എച്ച് ഈക്വൽ ടു 0. ഇതിൽ ഏതെങ്കിലും ഒരു ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 ആയാൽ മാത്രമേ ഈക്വിലിബ്രിയത്തിലാവുള്ളൂ എന്ന്. ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഫോഴ്സും ഓരോ ഡയറക്ഷനിൽ നമുക്ക് എഴുതി നോക്കാം. ഇവിടെ 45 ഈസ് ആക്ടിങ്, അല്ലെ നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. നിങ്ങൾ മെക്കാനിക്സ് പഠിച്ച ഇക്വേഷൻ തന്നെ, സിഗ്മ എച്ച് ഈക്വൽ ടു 0 അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ സിഗ്മ എച്ച് ഈക്വൽ ടു 0. ഏതാണോ നിങ്ങൾ ഉപയോഗിച്ച ടേം ആ ടേമിനനുസരിച്ച് നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ഫോഴ്സ് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നത് കൊണ്ട് -45. ഇവിടെ P2 റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് P2 പ്ലസ് P2 -450, ഇത് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നു. പിന്നെ റൈറ്റിലേക്ക് +130 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് P2 കിട്ടും. എത്ര വരും P2? ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ആലോചിച്ചാൽ മതി. P2യും ഇതും ഒരു ഡയറക്ഷനിലും മറ്റൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലും. സോ P2 വിൽ ബി ഒബ്റ്റൈനിങ് ആസ് 365 കിലോ ന്യൂട്ടൺ. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ അറിഞ്ഞോടകത്തെ P2നെ കണ്ടുപിടിക്കലാണ്. നമ്മൾ കണ്ടുപിടിച്ചു അപ്ലൈങ് ദിസ് ഈക്വിലിബ്രിയം കണ്ടീഷൻ. ക്ലിയർ? ഓക്കെ. ഇനി നേരത്തെ ചെയ്ത പോലെ P2ന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഇനി നേരത്തെ നമ്മൾ ചെയ്തത് അതേ പ്രോസസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ആകെ അഡീഷണലി വന്നത് P2 കണ്ടുപിടിക്കൽ മാത്രമാണ്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ആദ്യം തന്നെ ഈ മെമ്പറിനെ ഐസൊലേറ്റ് ചെയ്യുന്നു. AB എന്ന മെമ്പറിനെ ഐസൊലേറ്റ് ചെയ്യുന്നു. അതിൽ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യണം? ലെഫ്റ്റില് എയുടെ മുകളിലും എയുടെ ലെഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന മൊത്തം ഫോഴ്സസിനെ എഴുതുന്നു. എയുടെ ലെഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന ആകെ 45 മാത്രമേ. ഡയറക്ട്ലി നമുക്ക് ഇവിടെ 45 എഴുതാം. ഇനി എയുടെ റൈറ്റിലേക്ക് എന്തൊക്കെ ഉണ്ട് നോക്കാം. ഒരു 365 റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. 450 ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു 130 റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നെറ്റ് എഫക്ട് എന്തായിരിക്കും? 450 റൈറ്റിലേക്ക്, സോറി ഇത് ലെഫ്റ്റിലേക്ക്, ഇത് രണ്ടും റൈറ്റിലേക്ക്. അപ്പം 485 അങ്ങോട്ടും ഒരു 450 ഇങ്ങോട്ടും. അപ്പൊ എത്ര വന്നു? 495 അങ്ങോട്ടും. അപ്പൊ എത്ര വന്നു? ഇവിടെ നെറ്റ് എന്ന് പറയുന്നത് ഒരു 45 റൈറ്റിലേക്ക് വരും. ആ 45 നമ്മൾ ഇവിടെ എഴുതുന്നു. മനസ്സിലായല്ലോ? അപ്പൊ 45 കിലോ ന്യൂട്ടൺ ലെഫ്റ്റിന്ന് ടെൻസൈലായിട്ടും റൈറ്റിലും ടെൻസൈലായിട്ടും. അപ്പൊ നമ്മൾ ക്രോസ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഇതും ഈക്വൽ ആയിരിക്കണം, വാല്യൂൽ ഈക്വൽ ആയിരിക്കണം, സൈനിൽ ഓപ്പോസിറ്റ് ആയിരിക്കണം. അത് രണ്ടും കിട്ടിയല്ലോ. അപ്പൊ ഈ പ്രോസസ് റെഡിയായി. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ ഡെൽറ്റ എൽ കണ്ടുപിടിക്കണം. ക്വസ്റ്റനിൽ എന്തായിരുന്നു? ടോട്ടൽ ഇലങ്ങേഷൻ ഓഫ് ദ മെമ്പർ കാണാനാണ് പറഞ്ഞത്. അതിന് ഈ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ ഇലങ്ങേഷൻ കാണാൻ ഇവിടെ ഡെൽറ്റ എൽ ഓഫ് എ ബി and that is equal to PL by P of AB, L of AB divided by AE, A of AB, P of A, L of AB divided by A of AB and E. അത് സോൾവ് ചെയ്യുമ്പോൾ ഇതുമായിക്കാണ് വിൽ ബി ഗെറ്റിംഗ് P of AB is equal to 45 കിലോ ന്യൂട്ടൺ. അതിനെ 10⁻³ ന്യൂട്ടൺ ആക്കണം. ദാറ്റ് മച്ച് ന്യൂട്ടൺ ഇൻറ്റു ലെങ്ത് എ ബി 120 സെന്റിമീറ്റർ ആണ്, 1200 mm ആകും, ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ ബി 625 mm². അത് മാറ്റാനില്ല. ആൻഡ് യങ്സ് മോഡുലസ് ഈസ് ഗിവൺ, തന്നിട്ടുണ്ടോ ക്വസ്റ്റനിൽ? ഇറ്റ് ഈസ് ഗിവൺ ആസ് 2.1 into 10⁵. And on solving we will be getting this value as 0.4114, that much mm. ഇത് ഇലോങ്ങേഷൻ ആണോ കംപ്രഷൻ ആണോ?
ഇത് ഇലോങ്ങേഷൻ ആണോ കംപ്രഷൻ ആണോ? ഇറ്റ് ഇസ് ഓൺലി ഇലോങ്ങേഷൻ. കാരണം എ ബി എന്ന മെമ്പർ പുറത്തേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത മെമ്പർ നോക്കാം. അടുത്ത മെമ്പർ എന്ന് പറയുന്നത് ബി സി എന്ന മെമ്പറാണ്. ഓക്കെ, ബി സി മെമ്പർ നമുക്ക് വരയ്ക്കാം. ബി സി എന്ന മെമ്പറിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നോക്കാം. ബി എന്ന മെമ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. ഒരു 45 പുറത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ബി എന്ന ലൈനിൽ ഏതൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു 365 ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി സി എടുക്കാം. സി എന്ന ലൈനിൽ 450 ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സിന്റെ റൈറ്റ് സൈഡിൽ പുറത്തേക്ക് ഒരു 130 ഉണ്ട്. ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കുക അവിടെ ഇൻഎഫക്ട്? ഇവിടെ ഇൻഎഫക്ട് എന്ന് പറയുന്നത് ഒരു 320 ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ? സോ 320 ഈസ് ആക്ടിങ് ഇന്നർ സൈഡ്. അതുപോലെ ഇവിടെ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ഒരു 320 ആക്ടിങ് ടു ദ ഇന്നർ സൈഡ്. അപ്പൊ എന്താ സംഭവിക്കുന്നു? ടോട്ടൽ ഫോഴ്സ് ഇവിടെ ഈ ഒരു മെമ്പറിൽ 320 ആണെന്ന് അറിയാം. ഇതൊരു കംപ്രസീവ് ഫോഴ്സ് ആണ്. സോ കോൺട്രാക്ഷൻ ഉണ്ടാവുന്നു. ഇനി അതിന്റെ ഇക്വേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ PL/AE. സോ PL/AE എന്ന് പറയുമ്പോൾ we will be getting 320 into 10⁻³ into length is 60 centimeter, that is 600 mm divided by area is 2500 into 2.1 into 10⁵, and finally we will be getting a value of 0.3657 mm. ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നമ്മളുടെ സൈൻ കൺവെൻഷൻ പ്രകാരം ദിസ് ഈസ് എ നെഗറ്റീവ് വാല്യൂ അല്ലേ? ഇതേപോലെ അടുത്ത മെമ്പർ നമുക്കൊന്ന് നോക്കാം. ദ ലാസ്റ്റ് മെമ്പർ ദാറ്റ് ഈസ് ഈ ഡി എന്ന മെമ്പറിലേക്ക് വരുന്നത് എന്ത് സംഭവിക്കും നോക്കാം. അവിടെ സി ഡി എന്ന മെമ്പർ, സി ആൻഡ് ഡി മെമ്പർ, ദിസ് ഈസ് 130 kilonewton റൈറ്റ് സൈഡിലേക്ക് മാത്രം. ഇവിടെ സി എന്നതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? 45 ഈസ് ആക്ടിങ് ടു ദ ലെഫ്റ്റ്, and this 365 is acting to the right, and 450 is acting to the left. അപ്പൊ ഇവിടെ നെറ്റ് എന്ത് ഫോഴ്സ് ഉണ്ടാവും? and that will be net force should be equal to, കാരണം ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 130 ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ സോ അതും നമുക്ക് 130 പുറത്തേക്ക് കിട്ടിയിരിക്കണം. അതൊരു ക്രോസ് ചെക്ക് ആണ്. സോ 130 kilonewton പുറത്തേക്ക് കിട്ടി. അപ്പൊ നെറ്റ് ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നേരത്തെ ചെയ്തപോലെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. PL/AE, P of CD, L of CD, area of CD, and that is equal to 130 into 10⁻³ into length is 90 centimeter, that is 900 mm, divided by area is 1250 into 2.1 into 10⁵, and that is we are getting a value of 0.4457 mm. Here it is a tensile force, so it will be positive. So finally total elongation എങ്ങനെ കിട്ടും? നേരത്തെ കിട്ടിയ 3 വാല്യൂസിനെയും നമ്മൾ ആൽജിബ്രൈക് സം എടുക്കുന്നു. സോ ഫസ്റ്റ് വാല്യൂ ഇറ്റ് വാസ് 0.4114, സെക്കൻഡ് വാല്യൂ മൈനസ് 0.3657 കാരണം കംപ്രഷൻ ആയതുകൊണ്ട്, തേർഡ് വാല്യൂ പ്ലസ് 0.4457. സോ ഫൈനലി ദ ടോട്ടൽ വാല്യൂ ഈസ് 0.4914 mm. ഇത് എന്താന്നുള്ളത് നമ്മൾ പറയണം. എ നെറ്റ് ഇലോങ്ങേഷൻ ഓഫ് ദിസ് മച്ച് എന്ന് പറയണം. എ നെറ്റ് ഇലോങ്ങേഷൻ ഓഫ് ദാറ്റ് മച്ച് എന്ന് പറയണം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദാറ്റ് പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ. എ ടെൻസൈൽ ലോഡ് ഓഫ് 40 kilonewton. A tensile load of 40 kilonewton is acting on a rod of diameter 40 mm. Is acting on a rod of 40 mm diameter and of length 4 meter.
40 mm diameter and length 4 meter, force ഇത്രയാണ്. അടുത്ത ലൈൻ, എ ബോർ എന്ന് പറഞ്ഞാൽ ഒരു ഹോള്, എ ബോർ ഓഫ് ഡയമീറ്റർ 20 mm is made centrally on the road. Full stop. To what length the road to be bored? To what length the road to be bored so that the total extension will increase 30% under the same load. 30% under the same load. Take E equal to 2 into 10 raised to 5 Newton per mm square. E is equal to 2 into 10 raised to 5 Newton per mm square. Okay, so this is the question. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു, ഡയമീറ്റർ ഒക്കെ തന്നിട്ടുണ്ട്, ലെങ്ത്തും തന്നിട്ടുണ്ട്, അപ്പോൾ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും. പിന്നെ പറഞ്ഞെന്താ, ഈ പൈപ്പിന്റെ ഈ റോഡിന് ചില പോർഷനിലേക്ക് നമ്മൾ പൈപ്പാക്കി മാറ്റുന്നു, ഒരു സെൻട്രലി ഒരു ഹോള് കട്ട് ചെയ്യുന്നു, അതിന് ഡയമീറ്റർ തന്നിട്ടുണ്ട് 20 mm. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര നീളത്തിൽ കട്ട് ചെയ്യണം? സോ ദാറ്റ് എക്സ്റ്റൻഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 30%. അപ്പോൾ ആദ്യം ഈ ഒരു റോഡിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. അത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് 30% ഇൻക്രിമെന്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ ഡെൽറ്റ എൽ ആയിരുന്നു എക്സ്റ്റൻഷൻ എങ്കിൽ, ഈ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഇവിടെ ഉണ്ടാവുന്ന ഡെൽറ്റ L1, ഇവിടെ ഡെൽറ്റ L2 ഈസ് ഈക്വൽ ടു 30% മോർ ഓഫ് ഡെൽറ്റ L1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 30% ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക 1.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോൾ 30% ഇൻക്രിമെന്റ് ആയി എന്നർത്ഥം. അപ്പോൾ ഡെൽറ്റ L2 വിൽ ബി 1.3 ടൈംസ് ഡെൽറ്റ L1. ഇതാണ് രണ്ടാമത്തെ കേസ്. അങ്ങനെയാണെങ്കിൽ എത്ര നീളത്തിൽ ഈ ബോർ ചെയ്താൽ ഇങ്ങനെയാവും എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? ഇനീഷ്യലി ഡെൽറ്റ L1 ആയിരുന്നു, ബോർ ചെയ്ത സമയത്ത് ഡെൽറ്റ L1 30% ഇൻക്രിമെന്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര നീളത്തിൽ ബോർ ചെയ്യണം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഡെൽറ്റ L1 കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡെൽറ്റ L2 എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. 1.3 ടൈംസ് എന്നറിയാം. ഈ 1.3 ടൈം ഈ ഡെൽറ്റ L2ന്റെ ഇക്വേഷൻ ഉണ്ടാക്കുന്നു. ഇക്വേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ പൈപ്പിനെ 2 പാർട്ടായി കൺസിഡർ ചെയ്യാം. ഒരു റോഡ് വരുന്നൊരു പോർഷനും അതിന്റെ ലെങ്ത് എത്രയായിരിക്കും? ഇത് x ആണ് ലെങ്ത്. അപ്പോൾ ഇത് എത്ര വരും? 4 - x മീറ്റർ ഉണ്ടാവും അല്ലേ? അങ്ങനെ 4 - x മീറ്റർ വരുന്ന ഒരു റോഡ് പോർഷനും x ലെങ്ത് വരുന്ന ഒരു പൈപ്പ് പോർഷനായിട്ട് മാറും. അപ്പോൾ ടോട്ടൽ എലോങ്ങേഷൻ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നു. അത് ഇവിടെ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യത്തെ ഡെൽറ്റ L1 കണ്ടുപിടിക്കാം. കൺസിഡർ ഡെൽറ്റ L1. Consider delta L1 be the elongation of the bar. Delta L1 be the elongation of the bar initially. പിന്നെ താഴെ എഴുതാം ഡെൽറ്റ L1 equal to PL by AE. That is equal to P is equal to 40 kilonewton. അതിനെ ന്യൂട്ടൺ ആക്കണം. 40 into 10 raised to 3 into L is 4 meter. അത് 4000 mm ആക്കണം. Divided by area. Area diameter is given pi by 4 into 40
square into E is 2 into 10 raised to 5, and we will be getting a value on this as 2 by pi mm. കാൽക്കുലേഷൻ ചെയ്യണം, ജസ്റ്റ് നിങ്ങൾ 2 by pi mm. നമുക്ക് അവിടേക്ക് ഇനി പോകാനുള്ളതുകൊണ്ടാണ് 2 by pi mm ആണ് ഇവിടെ ഡെൽറ്റ L1 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ലൈൻ എഴുതാം. ലെറ്റ് എ ബോർ ഓഫ് ലെങ്ത് x meter, let a bore of length x meter is bored, B-O-R-E-D, is bored to the road as shown in figure. അപ്പോൾ ഇവിടെ 4 മൈനസ് എക്സ് ലെങ്ത് ഉണ്ടാവും, ഇത്രയും പോർഷന് ഇവിടെ എക്സ് ലെങ്ത് ഉണ്ടാവും. അടുത്ത ലൈൻ, here the total extension can be obtained as sum of SUM, sum of extension of road AB and extension of pipe BC. Extension of the pipe BC. മനസ്സിലായല്ലോ വ്യത്യാസം എന്താണ്? റോഡ് എ ബി എക്സ്റ്റൻഷൻ ഓഫ് ദ പൈപ്പ് ബി സി ആയിട്ട് മാറി, കാരണം പൈപ്പ് എന്ന് പറയുമ്പോൾ ഹോള് വന്നതുകൊണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ എക്സ്റ്റൻഷൻ ഓഫ് റോഡ് എ ബി എഴുതാം. എക്സ്റ്റൻഷൻ ഓഫ് റോഡ് എ ബി ഈക്വൽ ടു എന്ത് വരും? നമുക്കിവിടെ ഫോഴ്സിൽ വ്യത്യാസം വരുന്നില്ല. എഗൈൻ ഇക്വേഷൻ സെയിം തന്നെ ഉപയോഗിക്കുന്നു, PL by E തന്നെ, and that is equal to 40 into 10 raised to 3 into length എത്ര വരും? 4 minus x meter ആണ്. 4 minus x into 1000 divided by area. ഏരിയയിൽ വ്യത്യാസമല്ല, pi by 4 into 40 square into E എന്ന് പറയുന്നത് 2 into 10 raised to 5. 10 raised to 5. So the answer will be 4 minus x by 2 pi mm കിട്ടും. So that is the extension of the road AB portion. Next line, extension of the pipe BC. Extension of the pipe BC. Extension of pipe BC, and that will be equation general, again PL by AE. നമുക്കിവിടെ ലെങ്ത് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ലെങ്ത് is equal to x മീറ്റർ ആണ്, that is x into 1000 mm. ഇനി ഏരിയ എന്ത് വരും? ഇത് ഒരു പൈപ്പ് ആയതുകൊണ്ട് ഏരിയ വിൽ ബി, എഫക്റ്റീവ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വിൽ ബി pi by 4 into 40 ആണ് external square minus internal diameter square. So that will be the area of the cross section. ഇനി അവിടെ എന്താണ് വരുന്നത്? ഈ വാല്യൂ നമുക്കറിയാം. Okay, so substituting in this equation, that is 40 into 10 raised to 3 into 1000x divided by pi by 4 into 40 square minus 20 square, that into 2 into 10 raised to 5. So finally here the answer is obtained as 4x by 6 pi mm കിട്ടി. So this is the extension of the pipe portion, 4x by 6 pi. അപ്പോൾ ടോട്ടൽ എക്സ്റ്റൻഷൻ നേരത്തെ ഈക്വേഷൻ രണ്ടും കൂടി എഴുതുന്നു. സോ നെക്സ്റ്റ് ലൈൻ, ടോട്ടൽ എക്സ്റ്റൻഷൻ ഈക്വൽ ടു 4 minus x by 2 pi plus
4x by 6 pi. Total extension is equal to this one. Next line. But total extension after making the bore, making the hole is equal to, നേരത്തെ നമുക്ക് കിട്ടിയ എത്രയായിരുന്നു? 1.3 times 2 by pi ആണ്. അല്ല, ഒരു സെക്കൻഡ്. സോ നെക്സ്റ്റ് ലൈൻ എഴുതാം. It is given as the extension is increased to 30%. The extension is increased to 30% when the bore is made. That is the initial extension of 2 by pi. The initial extension of 2 by pi is increased to 1.3 into 2 by pi. 2 by pi. At the line, equating this with the final extension obtained. We have 1.3 into 2 by pi is equal to 4 minus x by 2 pi plus 4x by 6 pi. On solving, next line, on solving നേടിയിട്ട് ബാക്കി സോൾവിങ് ചെയ്യാം. സൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി യു ഷുഡ് ഗെറ്റ് x is equal to 3.6 meter കിട്ടണം. അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ പ്രകാരം x is equal to 3.6 meter കിട്ടണം. So next line താഴെ എഴുതാം. Therefore the bore of length 3.6 meter to be made. So that is the final answer. Next, ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. A road which tapers uniformly from 40 mm diameter to 20 mm diameter in length of 400 mm subject to an axial load of this much. ഇവിടെ നമ്മൾ പറഞ്ഞ ടാപ്പറിംഗ് ലോഡിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. അതിൽ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഡി എൽ ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഇക്വേഷൻ എന്തായിരുന്നു? പി എൽ ബൈ പൈ ബൈ 4 d1 d2 e. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ആൻഡ് the value obtained will be 0. That is delta L is equal to 0.015 mm. 0.015 mm ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് ഈ ക്വസ്റ്റ്യനും കൂടി ട്രൈ ചെയ്യാം. ആൻസർ ചെയ്ത് നോക്കണം, അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. ഫൈൻഡ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് എ റോഡ്, that is capital E, which tapers uniformly from 30 mm to 15 mm. Capital D1 കിട്ടി, D2 കിട്ടി. In a length of 350 mm ലെങ്ത്തും കിട്ടി. The road is subjected to an axial load of 5.5 kilonewton. അത് PU അറിയാം. Delta L is given 0.0255. ഇപ്പോൾ ക്യാപിറ്റൽ E കാണാലോ. ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. And the value should be obtained as 2.17 into 10⁵ Newton per mm square. ഇതുപോലുള്ള ചെയ്ത് നോക്കാം. Next, try this problem. This is for the tapering rectangular bar. A rectangular bar made of steel 2.8 meter long and 15 mm thick. The road is subjected to an axial tensile load of 40 kilonewton. The width of the road varies from 75 mm at one end to 30 mm at the other end. Find the extension. ഇത് നമ്മുടെ ഡയറക്റ്റ് ഫോർമുല എന്തായിരുന്നു? പി എൽ ബൈ ഇ ടി ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു ലോഗ് എ ബൈ ബി. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ഡയറക്റ്റ് ഫോർമുല ആപ്ലിക്കേഷൻ. ആൻഡ് ഹിയർ ദ ആൻസർ ഇസ് 0.76 mm. 0.76 mm. ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം.
ഓക്കെ. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ദിസ് പ്രോബ്ലം. ഇത് വർക്കൗട്ട് ചെയ്യണം. ദ എക്സ്റ്റൻഷൻ in a rectangular steel bar of length 400 mm and thickness 10 mm is found to be 0.21. റെക്ടാംഗുലർ ബാറിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, തിക്നെസ്സും തന്നിട്ടുണ്ട്. അതിന്റെ എക്സ്റ്റൻഷൻ ഈസ് ഡെൽറ്റ എൽ ഇസ് 0.21. ദ ബാർ ടേപ്പേഴ്സ് ഫ്രം എ യൂണിഫോമിൽ വിഡ്ത്ത് ഓഫ് 100 mm. 100 നിന്ന് 50 കുറയുന്നു. അപ്പൊ എ ബിയും വാല്യൂ മനസ്സിലായി. ഇഫ് ഇ ഓഫ് ദ ബാർ ഇസ് ദിസ് മച്ച്, ഫൈൻഡ് ആക്സൽ ലോഡ്. പി ആണ് കാണാൻ പറഞ്ഞത്, ക്യാപിറ്റൽ പി. നമുക്ക് ഫോർമുല അറിയാം, ഡയറക്റ്റ് ഫോർമുല ആപ്ലിക്കേഷൻ. ദിസ് ഈസ് ദ ഫോർമുല ആപ്ലിക്കേഷൻ. ഇതിൻ്റെ അകത്ത് പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് കാൽക്കുലേറ്റ് ദാറ്റ് പി വാല്യൂ ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 75 kilonewton. Okay, get that answer too.